11/8/24 പ്രഭാതമുരളി അവ്യക്ത ബാഗ്ദാദ റിവൈസ് 4/2/2001 മധുബൻ. സമയമനുസരിച്ച് സ്വരാജ്യാധികാരിയായി സർവ ആത്മീയ സാധനങ്ങളും തീവ്രഗതിയോടെ കാര്യത്തിൽ വിനിയോഗിക്കൂ. ഇന്ന് ബാബ്ദാദ വിശ്വത്തിൻ്റെ സർവഭാഗത്തുമുള്ള തൻ്റെ സ്വരാജ്യ അധികാരികളായ കുട്ടികളുടെ രാജ്യസഭ നോക്കുകയാണ്. ഓരോരുത്തരും സ്വരാജ്യ അധികാരിയായും പവിത്രതയുടെ ലൈറ്റിൻ്റെ കിരീടധാരിയായും അധികാരത്തിൻ്റെ സ്മൃതിയുടെ തിലകധാരിയായും തങ്ങളുടെ ഭൃഗുടിയുടെ അകാല സിംഹാസനസ്ഥരായും കാണപ്പെടുകയാണ്. ഈ സമയത്ത് എത്രത്തോളം സ്വരാജ്യ അധികാരം അനുഭവിക്കുന്നോ അത്രയും തന്നെ ഭാവിയിൽ വിശ്വരാജ്യ അധികാരി തന്നെയായിരിക്കും. ഞാൻ ആരാണ്, എൻ്റെ ഭാവി എന്താണ് എന്നത് ഇപ്പോഴുള്ള സ്വരാജ്യത്തിൻ്റെ സ്ഥിതിയിലൂടെ സ്വയമേ കാണുവാൻ സാധിക്കും. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും സദാ സ്വരാജ്യത്തിൻ്റെ സ്ഥിതിയെ നോക്കുകയായിരുന്നു. നിരന്തരം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ലൗകികവും അലൗകികവുമായ കാര്യം ചെയ്യുമ്പോഴും സ്വരാജ്യ അധികാരിയുടെ ലഹരി എത്ര സമയത്ത് എത്ര പെർസെൻറ്റേജിൽ ഉണ്ട്? കാരണം പല കുട്ടികളും തൻ്റെ സ്വരാജ്യത്തിൻ്റെ സ്മൃതിയെ സങ്കല്പരൂപത്തിൽ ഓർമ്മിക്കുന്നു. ഞാൻ ആത്മാവ് അധികാരിയാണ്. ഒന്നാണ് സങ്കല്പത്തിൽ ചിന്തിക്കുന്നത്, വീണ്ടും വീണ്ടും സ്മൃതിയെ റിഫ്രഷ് ചെയ്യുന്നു, ഞാൻ ഇതാണ് എന്ന്. രണ്ടാമത്തേതാണ് അധികാരത്തിൻ്റെ സ്വരൂപത്തിൽ സ്വയം അനുഭവിക്കുകയും ഈ കർമ്മേന്ദ്രിയങ്ങളാകുന്ന കർമ്മചാരികളായ മനസ്സും ബുദ്ധിയും സംസ്കാരവുമാകുന്ന സഹയോഗികളായ സഹചാരികളുടെ മേൽ രാജ്യം ഭരിക്കുകയും അധികാരത്തോടെ നടത്തിക്കുകയും ചെയ്യുക. ഏതുപോലെ കുട്ടികളായ നിങ്ങൾ ഏവരും ഓരോ സമയത്തും ബാബ്ദാദ ശ്രീമത്തിലൂടെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ അനുഭവിയാണ്. നിങ്ങൾ ഏവരും ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്തിക്കുന്നവൻ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുന്നവർ നടന്നുകൊണ്ടിരിക്കുന്നു. ഹേ ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരി ആത്മാക്കളെ, താങ്കളുടെ സ്വരാജ്യത്തിൽ താങ്കളുടെ സർവകർമ്മേന്ദ്രിയങ്ങളും, അതായത് കർമ്മചാരികളായ താങ്കളുടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും സഹയോഗിയും സഹചാരിയുമായി എല്ലാവരും താങ്കളുടെ ഓർഡർ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഒന്നോ രണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ അല്പം വികൃതി കാണിക്കുന്നില്ലല്ലോ. താങ്കളുടെ രാജ്യം ലോ ആൻഡ് ഓർഡറിന് പകരം ലവ് ആൻഡ് ലോയിൽ യഥാർത്ഥ രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് മനസ്സിലാക്കുന്നത്? നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ ഒരല്പം കേട്ടിട്ടും അവഗണിക്കുന്നുണ്ടോ? പറയുന്നതേ എൻ്റെ കൈ, എൻ്റെ സംസ്കാരം, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ് എന്നാണ്. അപ്പോൾ എൻ്റേതിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടോ? അതോ ചിലപ്പോൾ എൻ്റെ അധികാരിയായി മാറുകയും ചിലപ്പോൾ ഞാൻ അധികാരിയായി മാറുകയും ചെയ്യുകയാണോ? സമയമനുസരിച്ച് ഹേ സ്വരാജ്യ അധികാരികളെ, ഇപ്പോൾ സദായും സഹജമായും അകാല സിംഹാസനസ്ഥരാകൂ. അപ്പോൾ തന്നെയാണ് അന്യ ആത്മാക്കൾക്ക് ഭാവിയിലൂടെ ജീവൻ മുക്തിയുടെയും അധികാരം തീവ്രഗതിയോടെ നേടിക്കൊടുക്കാൻ സാധിക്കുന്നത്. സമയത്തിൻ്റെ ആഹ്വാനം ഇപ്പോൾ തീവ്രഗതിയുടെയും പരിധിയില്ലാത്തതിൻ്റേതുമാണ്. ചെറിയൊരു റിഹേഴ്സൽ കണ്ടു, കേട്ടു, ഒരുമിച്ച് പരിധിയില്ലാത്ത ചിത്രം കണ്ടുവല്ലോ. നിലവിളിയും പരിധിയില്ലാത്തത്, മരിക്കുന്നതും പരിധിയില്ലാത്തത്. മരിക്കുന്നവർക്കൊപ്പം ജീവിച്ചിരിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ വിഷമതകളോടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് സ്വരാജ്യ അധികാരി ആത്മാക്കളായ താങ്കളുടെ കാര്യം എന്താണ്? ചെക്ക് ചെയ്യൂ. സ്ഥൂല സാധനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഭൂകമ്പം വരികയാണെങ്കിൽ ഇത് ചെയ്യണം, കൊടുങ്കാറ്റ് വന്നാൽ ഇത് ചെയ്യണം, തീ പിടിച്ചാൽ ഇത് ചെയ്യണം.
അതേപോലെ ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കളുടെ അടുക്കലുള്ള സാധനങ്ങളായ സർവശക്തികൾ, യോഗത്തിൻ്റെ ബലം, സ്നേഹത്തിൻ്റെ കാന്തം, ഈ എല്ലാ സാധനങ്ങളും സമയത്തിനു വേണ്ടി തയ്യാറാണോ? സർവശക്തികളും ഉണ്ടോ? ചിലർക്ക് ശാന്തിയുടെ ശക്തിയാണ് വേണ്ടത്. എന്നാൽ താങ്കൾ മറ്റേതെങ്കിലും ശക്തി നൽകുകയാണെങ്കിൽ അവർ സന്തുഷ്ടമാകുമോ? ഏതുപോലെ ആർക്കെങ്കിലും ജലം വേണമെന്നുള്ളപ്പോൾ താങ്കൾ അവർക്ക് 36 പ്രകാരത്തിലുള്ള ഭോജനം നൽകിയാൽ അവർ സന്തുഷ്ടമാകുമോ? അപ്പോൾ എവർ റെഡി ആവുക എന്നത് കേവലം സ്വയം അശരീരിയാവുക എന്നതിനു വേണ്ടിയല്ല, അതാ ആവുക തന്നെ വേണം. എന്നാൽ ഏത് സാധനങ്ങളാണോ സ്വരാജ്യ അധികാരത്തിലൂടെ പ്രാപ്തമായത്, പരമാത്മാവിൻ്റെ സമ്പത്തായി ലഭിച്ചത്, ആ എല്ലാ അധികാരവും എവർ റെഡിയാണോ? ഏത് മിഷനറിയാണോ ഈ സമയത്ത് വേണ്ടത്, അത് ഫോറിനിൽ നിന്നും വന്ന ശേഷം കാര്യത്തിൽ വിനിയോഗിച്ചു എന്ന് സമാചാരങ്ങളിൽ കേൾക്കുന്നത് പോലെ ആകരുത്. എങ്കിൽ സാധനം എവർ റെഡി ആയിരുന്നില്ലല്ലോ. സർവസാധനങ്ങളും വേണ്ട സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല. എത്ര നഷ്ടമുണ്ടായി! അപ്പോൾ ഹേ വിശ്വമംഗളകാരികളും വിശ്വപരിവർത്തകരുമായ ആത്മാക്കളെ, സർവസാധനങ്ങളും എവർ റെഡിയാണോ? സർവശക്തികളും താങ്കളുടെ ഓർഡറിലാണോ? നിർണയശക്തിയെ ഓർഡർ ചെയ്തു, അതായത് സങ്കൽപ്പിച്ചു. അപ്പോൾ സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്തിൽ നിർണയശക്തി ഹാജരാകണം. സ്വരാജ്യ അധികാരി ഹാജരാണ് എന്ന് പറയണം. ഇപ്രകാരം ഓർഡറിലാണോ? അതോ സ്വയം തന്നിൽ കൊണ്ടുവരുന്നതിന് 1 മിനിറ്റ് എടുക്കുമോ? പിന്നെ മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുമോ? അഥവാ ആർക്ക് എന്ത് വേണമോ അത് വേണ്ട സമയത്ത് നൽകാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഈ സങ്കല്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്? വളരെയധികം സംഭവിക്കേണ്ടതുണ്ട്. ഇത് റിഹേഴ്സലാണ് എന്ന് കേൾപ്പിച്ചുവല്ലോ. ഇത് 6 മാസത്തെ തയ്യാറെടുപ്പിനുള്ള ചെറിയ മണിയാണ് മുഴങ്ങിയത്. ഘടികാരം മുഴങ്ങിയില്ല. ആദ്യം ഘടികാരം മുഴങ്ങും, പിന്നെ പെരുമ്പറ മുഴങ്ങും. ഭയപ്പെടുമോ? കുറച്ചൊക്കെ ഭയപ്പെടുമോ? ശക്തി സ്വരൂപ ആത്മാക്കളുടെ ഏതൊരു സ്വരൂപമാണ് കാണിച്ചിട്ടുള്ളത്? ശക്തി സ്വരൂപം എന്നതിൽ പാണ്ഡവരും ഉൾപ്പെടുന്നു, ശക്തികളും ഉൾപ്പെടുന്നു. സദാ ശക്തികളെ ചിലർക്ക് 4 കൈകൾ, ചിലർക്ക് 6 കൈകൾ, ചിലർക്ക് 8 കൈകൾ, ചിലർക്ക് 16 കൈകൾ ഉള്ളതായി കാണിക്കുന്നു. സാധാരണമായല്ല. ഈ ഭുജങ്ങൾ സർവശക്തികളുടെയും സൂചകമാണ്. അതിനാൽ സർവശക്തിവാനിലൂടെ പ്രാപ്തമായ തൻ്റെ ശക്തികളെ എമർജ് ചെയ്യൂ. ഇതിൻ്റെ കാര്യത്തിൽ സമയം വരുമ്പോൾ എമർജ് ആയിക്കൊള്ളും എന്ന് ചിന്തിക്കരുത്. എന്നാൽ മുഴുവൻ ദിവസത്തിലും സ്വയം പ്രതി ഭിന്ന ഭിന്ന ശക്തികളെ യൂസ് ചെയ്ത് നോക്കൂ. ഏറ്റവും ആദ്യത്തെ അഭ്യാസമായ സ്വരാജ്യ അധികാരം മുഴുവൻ ദിവസത്തിലും എത്രത്തോളം കാര്യത്തിൽ വിനിയോഗിക്കുന്നുണ്ട്? ഞാൻ ആത്മാവ് അധികാരി തന്നെയാണ് എന്നത് പോരാ. അധികാരിയായി ഓർഡർ ചെയ്യൂ, ചെക്ക് ചെയ്യൂ. ഓരോ കർമ്മേന്ദ്രിയങ്ങളും രാജാവായ എൻ്റെ ലവും ലോയും അനുസരിച്ച് നടക്കുന്നുണ്ടോ? മന്മനാഭവ എന്ന് ഓർഡർ ചെയ്യുകയും മനസ്സ് നെഗറ്റീവിലേക്കും വേസ്റ്റ് തോട്ട്സിലേക്കും പോവുകയാണെങ്കിൽ ഇത് ലവും ലോയും ആയോ? മധുരതാ സ്വരൂപമാകണം എന്ന് ഓർഡർ ചെയ്യുകയും സമസ്യ അനുസരിച്ചും പരിതസ്ഥിതി അനുസരിച്ചും ക്രോധത്തിൻ്റെ മഹാരൂപമല്ല, എന്നാൽ സൂക്ഷ്മരൂപത്തിലെങ്കിലും ആവേശമോ പ്രകോപനമോ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഓർഡറാണോ? ഓർഡറിൽ ആയോ? എനിക്ക് വിനയമുള്ളതാകണം എന്ന് ഓർഡർ ചെയ്തു എന്നിരിക്കട്ടെ. വായുമണ്ഡലം അനുസരിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എത്രത്തോളം ഒതുങ്ങി നടക്കും? എന്തെങ്കിലും കാണിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തന്നെ ഒതുങ്ങണമോ?
ഞാൻ തന്നെ മരിക്കണമോ, ഞാൻ തന്നെ മാറണമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ലവും ഓർഡറുമായോ? അതിനാൽ വിശ്വത്തിന്മേൽ നിലവിളിക്കുന്ന ദുഃഖിതരായ ആത്മാക്കളുടെ മേൽ ദയ കാണിക്കുന്നതിനു മുമ്പേ തൻ്റെ മേൽ ദയ കാണിക്കൂ. തൻ്റെ അധികാരം സംരക്ഷിക്കൂ. മുന്നോട്ടു പോകവേ താങ്കൾക്ക് 4 ഭാഗത്തും സകാശ് നൽകുന്നതിൻ്റെ, വൈബ്രേഷൻ നൽകുന്നതിൻ്റെ, മനസ്സിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെ വളരെയധികം കാര്യം ചെയ്യേണ്ടതുണ്ട്. മുൻപും കേൾപ്പിച്ചിരുന്നു. ഇപ്പോൾ വരെയും ആരെല്ലാം എവിടെയെല്ലാം സേവനത്തിന് നിമിത്തമാണോ അവർ വളരെ നന്നായി ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ സമയമനുസരിച്ച് തീവ്രഗതിയുള്ളതും പരിധിയില്ലാത്തതുമായ സേവനത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ആദ്യം ഓരോ ദിവസത്തെയും ചെക്ക് ചെയ്യൂ. സ്വരാജ്യ അധികാരം എത്രത്തോളം ഉണ്ടായിരുന്നു? ആത്മാവ് അധികാരിയായി കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചോ? അധികാരിയായ ഞാൻ ഈ സഹചാരികളെ കൊണ്ട്, സഹയോഗികളെ കൊണ്ട് കാര്യം ചെയ്യിക്കുകയാണ് എന്ന സ്മൃതി സ്വരൂപം ഉണ്ടായിരിക്കണം. സ്വരൂപത്തിൽ ലഹരി ഉണ്ടായിരിക്കണം. എങ്കിൽ സ്വതവേ തന്നെ ഈ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും താങ്കളുടെ മുന്നിൽ ഹാജരാണ്. ശരി പ്രഭു എന്ന് സ്വതവേ തന്നെ പറയും. പരിശ്രമിക്കേണ്ടി വരില്ല. ഇന്ന് വ്യർത്ഥ സങ്കല്പത്തെ ഇല്ലാതാക്കാനും, ഇന്ന് സംസ്കാരത്തെ ഇല്ലാതാക്കാനും, ഇന്ന് നിർണയശക്തിയെ പ്രകടമാക്കാനും വേണ്ടി പ്രയത്നിക്കേണ്ടി വരില്ല. ഒറ്റയടിക്ക് എല്ലാ കർമ്മേന്ദ്രിയങ്ങളും, മനസ്സും ബുദ്ധിയും സംസ്കാരവും അവ താങ്കൾ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യും. ബാബ ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്രയും നടന്നില്ല എന്നിപ്പോൾ പറയുന്നുവല്ലോ. പിന്നീട് പറയും എന്താഗ്രഹിക്കുന്നോ അത് സഹജമായി നടന്നു എന്ന്. അപ്പോൾ മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? തൻ്റെ അധികാരത്തിൻ്റെ സിദ്ധികളെ കാര്യത്തിൽ ഉപയോഗിക്കൂ. സംസ്കാരത്തോട് ഓർഡർ ചെയ്യൂ. സംസ്കാരങ്ങൾ താങ്കളോട് എന്തുകൊണ്ടാണ് ഓർഡർ ചെയ്യുന്നത്? സംസ്കാരം മായാത്തത് എന്തുകൊണ്ട്? സംസ്കാരം താങ്കളുടെ ഓർഡറിൽ വരുന്നതിന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അധികാരി സ്ഥിതി കൊണ്ടുവരൂ. 4 ഭാഗത്തുമുള്ള സേവനത്തിൻ്റെ വളരെ 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 വളരെയധികം ആവശ്യകതയുണ്ട്. ഇത് ഒന്നും തന്നെയല്ല. വളരെ ക്രിട്ടിക്കലായ സമയം വരിക തന്നെ വേണം. അങ്ങനെയുള്ള സമയത്ത് താങ്കൾ പറക്കുന്ന കലയിലൂടെ ഫരിഷ്തയായി 4 ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ആർക്ക് ശാന്തി വേണമോ, ആർക്ക് സന്തോഷം വേണമോ, ആർക്ക് സന്തുഷ്ടത വേണമോ ഫരിഷ്ത രൂപത്തിൽ സകാശ് നൽകുന്നതിന് ചുറ്റി സഞ്ചരിക്കും. അവർ അനുഭവിക്കുകയും ചെയ്യും. ഇതുപോലെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ജലം ലഭിച്ചു, വളരെയധികം ദാഹം ശമിച്ചു, ആഹാരം ലഭിച്ചു, ടെന്റ് ലഭിച്ചു, ആശ്രയം ലഭിച്ചു. അതേപോലെ ഫരിസ്തകളിലൂടെ ശാന്തി ലഭിച്ചു, ശക്തി ലഭിച്ചു, സന്തോഷം ലഭിച്ചു എന്ന് അനുഭവിക്കും. ഇപ്രകാരം അന്തർവാഹക സ്ഥിതി, അതായത് അന്തിമ സ്ഥിതി, പവർഫുൾ സ്ഥിതി താങ്കളുടെ അന്തിമ വാഹനമാകും. 4 ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സർവർക്കും ശക്തികൾ നൽകും, ഉപാധികൾ നൽകും. തൻ്റെ രൂപം മുന്നിൽ വരുന്നുണ്ടോ? എമർജ് ചെയ്യൂ. എത്ര ഫരിസ്തകൾ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, സകാശ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തികൾ വന്നു കഴിഞ്ഞു എന്ന് താങ്കൾ ഒരു ഗീതം വയ്ക്കാറുണ്ടല്ലോ, അത് പറയൂ. ശക്തികളിലൂടെ തന്നെയാണ് സർവശക്തിവാൻ സ്വതവേ തന്നെ സിദ്ധമാകുന്നത്. കേട്ടുവോ? ഇപ്പോൾ വരെയും എന്തു ചെയ്തുവോ, എന്ത് നടന്നുവോ അത് സമയമനുസരിച്ച് നല്ലതിലും നല്ലതാണ് ഉണ്ടായത്. ഇപ്പോൾ ഭാവിയിൽ നല്ലതിലും നല്ലത് ഉണ്ടാവുക തന്നെ വേണം. ശരി, ഭയപ്പെട്ടില്ല. സമാചാരം കേട്ടും കണ്ടും പേടിച്ചുവോ? ഇത് ഒന്നും തന്നെയല്ല. താങ്കളുടെ അടുക്കൽ സർവ്വതുമുണ്ട്. ഇത് ഒന്നും തന്നെയല്ല. എന്നിരുന്നാലും താങ്കളുടെ സഹോദരി സഹോദരന്മാരാണ്. അതിനാൽ അവരുടെ സേവനം ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പോൾ രാജ്യാധികാരത്തിൽ അകാല സിംഹാസനത്തിൽ ഇരിക്കൂ. ഏറ്റക്കുറച്ചിലുകളിൽ വരരുത്.
പിന്നെ നോക്കൂ, ഗവൺമെന്റിനും സാക്ഷാത്കാരമുണ്ടാകും. ഇതുതന്നെയാണ്, ഇതുതന്നെയാണ്, ഇതുതന്നെയാണ്. സിംഹാസനത്തിൽ നിന്നും ഇറങ്ങരുത്. അധികാരം ഉപേക്ഷിക്കരുത്. അധികാരം ഓരോ സമയത്തും പ്രയോഗിക്കൂ. സ്വയം തൻ്റെ മേൽ, മറ്റുള്ളവരുടെ മേലല്ല. മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കരുത്. ശരി, പുതിയ പുതിയ കുട്ടികളും ധാരാളം വന്നിരിക്കുകയാണ്. അഭിവൃദ്ധി ഉണ്ടാവുക തന്നെ വേണം. ആരാണോ ഈ കൽപ്പത്തിൽ ഈ പ്രാവശ്യം ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. ചെയ്തത് നല്ലതാണ്. ധൈര്യം വെച്ച് എത്തിച്ചേർന്നുവല്ലോ. ആര് ഇരുന്ന് കളഞ്ഞോ അവർ ഇരുന്നു പോയി. ഒന്നും സംഭവിച്ചതുമില്ല. ധൈര്യം വളരെ ആവശ്യമാണ്. ഏതൊരു കാര്യത്തിലും ധൈര്യമുണ്ടെങ്കിൽ സഫലതയുണ്ട് എന്ന് മനസ്സിലാക്കൂ. ധൈര്യം കുറവാണെങ്കിൽ സഫലതയും കുറവായിരിക്കും. അതിനാൽ ധൈര്യവും നിർഭയത്വവും വേണം. ഭയത്തിൽ വരരുത്. ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ആയിരിക്കും. അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് ഭയം വന്നുകൊണ്ടിരിക്കുന്നു. നിർഭയരാകണം. ശരിയാണ്. അവർക്ക് ശാന്തിയുടെ സഹയോഗം നൽകൂ. ആ ആത്മാവിന് ദയാമനസ്കതയുടെ ഭാവനയോടെ സഹയോഗം നൽകൂ. ഭയത്തിൽ വരാതിരിക്കൂ. ഭയം ഏറ്റവും വലുതിലും വലിയ ഭൂതമാണ്. മറ്റു ഭൂതങ്ങളെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഭയത്തിൻ്റെ ഭൂതം മാറിപ്പോകുന്നത് വളരെ പ്രയാസമാണ്. ഏത് കാര്യത്തിൻ്റെ ഭയമായാലും ശരി, കേവലം മരിക്കുന്നവരുടെ ഭയമല്ല. പല കാര്യങ്ങളിലുള്ള ഭയമുണ്ട്. അനേകം പ്രകാരത്തിലുള്ള ഭയം ഏതാണോ ഭയമുണ്ടാകുന്നത് തന്നെ ദൗർബല്യം കാരണമാണ്. അവയെല്ലാത്തിലും നിർഭയമായിരിക്കുന്നതിൻ്റെ സഹജമായ ഉപാധിയാണ് സദാ സ്വച്ഛമായ ഹൃദയം, സത്യമായ ഹൃദയം. എങ്കിൽ ഭയം ഒരിക്കലും വരില്ല. തീർച്ചയായും മനസ്സിൽ ഏതോ കാര്യം ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെയാണ് ഭയമുണ്ടാകുന്നത്. സ്വച്ഛമായ ഹൃദയവും സത്യമായ ഹൃദയവും ഉണ്ടെങ്കിൽ പ്രഭു തൃപ്തനാകുന്നു. സർവരും തൃപ്തരായിരിക്കും. ശരി, പുതിയതായി വരുന്ന കുട്ടികൾക്ക് പുതിയ ജീവിതത്തിൽ പരമാത്മാ ഭാഗ്യം പ്രാപ്തമാക്കുന്നതിൻ്റെ ആശംസകൾ. ശരി, ഫോറിനിലെയും ധാരാളം പേർ വന്നിരിക്കുന്നു. ഫോറിൻ ഗ്രൂപ്പ് കൈ ഉയർത്തു. ഏകദേശം 700 പേർ വന്നത് നന്നായി. വെൽക്കം. മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും സേവനമാണ്. മഹാരാഷ്ട്രയിലുള്ളവർ കൈ ഉയർത്തു. മുന്നിലുള്ളവർ പറഞ്ഞു 4000 പേർ വന്നിരിക്കുകയാണ്. അപ്പോൾ 4000 പേർക്കും 4 കോടി മടങ്ങ് ആശംസകൾ. നന്നായി ചെയ്തു. ഓരോ ഗ്രൂപ്പിനും അവരവരുടേതായ സേവനത്തിൻ്റെ ശോഭയുണ്ട്. കാരണം സേവനത്തിന് മുമ്പേ പരിവാരത്തിന് മുന്നിൽ സമീപം വരുന്നതിൻ്റെ ഗോൾഡൻ ചാൻസ് ലഭിക്കുന്നുണ്ടല്ലോ. അല്ലാത്ത പക്ഷം മഹാരാഷ്ട്രയാണോ ആന്ധ്രയാണോ എന്ന് ആരാണ് ചോദിക്കുക? എന്നാൽ വിശേഷ സേവനത്തിൻ്റെ ചാൻസ് എടുക്കുന്നതിലൂടെ പരിവാരത്തിൻ്റെയും ദാതാമാരുടെയും മുന്നിൽ വരുന്നു. സന്തോഷവും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് സന്തോഷമുണ്ടാകുന്നു? കാരണം എന്താണ്? നോക്കൂ, സെന്ററിൽ സേവനം ചെയ്യുന്നത് എത്ര പേരുടെയാണ്? ഏറ്റവും കൂടുതൽ 50 100. ഇവിടെ എപ്പോഴാണോ സേവനം ചെയ്യുന്നത് അപ്പോൾ ആയിരങ്ങളുടെ സേവനമാണ് ചെയ്യുന്നത്. ആയിരങ്ങളുടെ സേവനത്തിൻ്റെ റിട്ടേണായി എല്ലാവരുടെയും ആശീർവാദങ്ങൾ ലഭിക്കുന്നുവല്ലോ. വളരെ നല്ല സേവനം ചെയ്തു. ഈ ആശീർവാദങ്ങൾ പുറപ്പെടുന്നു. ഈ ആശീർവാദങ്ങൾ ഒന്നാമതായി വർത്തമാന സമയത്തും സന്തോഷം നേടിത്തരുന്നു. രണ്ടാമതായി ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. ഡബിൾ നേട്ടമുണ്ട്. അതിനാൽ ആരാണോ സേവനം ചെയ്തത് അപ്പോൾ സേവനത്തിൻ്റെ ഫലമായ സന്തോഷവും ലഭിച്ചു. ശേഖരണത്തിൻ്റെ കണക്കും ശേഖരിക്കപ്പെട്ടു. ഡബിൾ നേട്ടം ഉണ്ടായല്ലോ. ഇപ്പോൾ മെജോറിറ്റി സോണും നന്നായി പഠിച്ചും കഴിഞ്ഞു, അഭ്യാസവുമായി കഴിഞ്ഞു. നന്നായി ചെയ്തു. ആശംസകൾ. 100 കുമാരിമാരുടെ സമർപ്പണമാണ്. ശരി, 100 കുമാരിമാർ എഴുന്നേൽക്കൂ. എല്ലാവരും നോക്കൂ.
എവിടെയെല്ലാം ടി വി ഉണ്ടോ അവിടെ കാണിക്കൂ. നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ സമർപ്പണം തന്നെയാണ്. എന്നാൽ സമർപ്പണത്തിൻ്റെ ദൃഢമായ സ്റ്റാമ്പ് പതിയണം. ഈ ഓൾമൈറ്റി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് മായുക സാധ്യമല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണോ? ഉറപ്പാണോ? വളരെ വളരെ വളരെയധികം ഉറപ്പാണ് എന്നാര് മനസ്സിലാക്കുന്നു അവർ ഇങ്ങനെ കൈവീശു. വളരെയധികം ഉറപ്പാണോ? മഹാരാഷ്ട്രയാണ്. എന്തെങ്കിലും മഹാനത കാണിക്കുമല്ലോ. വളരെ നല്ലത്. ബാബ്ദാദയുടെ ഭാഗത്തു നിന്നും വളരെ വളരെയധികം 100 കോടി 10,000 കോടി തവണ ആശംസകൾ, അനുമോദനങ്ങൾ. ശരി. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഫരിസ്തയായി വിശേഷിച്ച് എവിടെയാണോ ഈ എർത്ത് ക്വേക്ക് ഉണ്ടായത് ആ 4 ഭാഗത്തും ഫരിസ്തയായി പറക്കുന്ന കലയിലൂടെ ശാന്തിയുടെയും ശക്തിയുടെയും സന്തുഷ്ടതയുടെയും സകാശ് വ്യാപിപ്പിച്ചു കൊണ്ടുവരൂ. ഒരു സെക്കൻഡിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടുവരൂ. എല്ലാവരും ചുറ്റി സഞ്ചരിച്ച ശേഷം വരൂ. ശരി. ഡ്രിൽ ചെയ്തു. 4 ഭാഗത്തുമുള്ള ദേശവിദേശങ്ങളിലെ ഫരിസ്ത രൂപത്തിൽ വിരാജിക്കുന്ന സ്വ അധികാരികളായ കുട്ടികൾക്ക് സദാ ലവിലൂടെയും ലോയിലൂടെയും തൻ്റെ സഹയോഗികളെയും സൂക്ഷ്മവും സ്ഥൂലവുമായ സഹയോഗി സഹചാരികളെയും നടത്തിക്കുന്നവർക്ക് സദാ ബാബ്ദാദയിലൂടെ പ്രാപ്തമായ ആത്മീയ സാധനങ്ങളെ എവർ റെഡി ആക്കുന്നവർക്ക് ആത്മാവായ ഞാൻ രാജാവായി രാജ്യാധികാരം അനുഭവിക്കുന്നവർക്ക് സദാ പറക്കുന്ന കലയിലൂടെ ഫരിസ്ത രൂപത്തിലൂടെ 4 ഭാഗത്തും സകാശ് നൽകുന്നവർക്ക് ശക്തി സ്വരൂപ ആത്മാക്കൾക്ക് സദാ സ്വച്ഛമായ മനസ്സിലൂടെയും സത്യമായ മനസ്സിലൂടെയും നിർഭയവും നിരാകാരിയുമായ സ്ഥിതിയിൽ അനുഭവിക്കുന്നവർക്ക് വിശ്വമംഗളകാരിയും വിശ്വപരിവർത്തകരുമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിമാരോട് നിങ്ങൾക്കേവർക്കും സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ നിമിത്ത ദാദിമാരും ദാദാമാരും മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമുണ്ടല്ലോ. അതോ താങ്കളും വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും മുന്നിലുള്ളത് നല്ലതാണ്. മുന്നിലുള്ളവരെ കൂടുതൽ കാണുന്നു. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. മുന്നിലുള്ളവരെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരി. ജഗദീഷ് ഭായോട് എല്ലാം നല്ലതായിരിക്കുന്നു. ഏറ്റവും നല്ല കാര്യം ഇതാണ്, തൻ്റെ ശരീരസഹിതം ബാബയെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ ബാബയ്ക്ക് തൻ്റെ സർവ്വതും നൽകിയല്ലോ. അതോ നൽകണമോ? നിമിത്ത ആത്മാക്കളായ നിങ്ങളേവരും നൽകി. അപ്പോൾ താങ്കളെ സാകാര രൂപത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാകാര രൂപത്തിൽ മഹാരഥികളെ കണ്ട് എല്ലാവർക്കും ശക്തി ലഭിക്കുന്നു. അപ്പോൾ ഈ മുഴുവൻ ഗ്രൂപ്പും എന്താണ്? ശക്തിയുടെ സ്രോതസ് ആണല്ലോ. ജാനകി ദാദി പറയുകയാണ്, നടത്തിക്കുന്നവൻ വളരെയധികം ചാതുര്യമുള്ളവനാണ്. ചാതുര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും വർധനവ് എങ്ങനെ ഉണ്ടാകും? ബാബ പറയുന്നു, നടക്കുന്നവരും ബാബയേക്കാൾ കൂടുതൽ സമർത്ഥരാണ്. ശരി. എല്ലാവരും സദാ ഒരു വാക്ക് ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു, എൻ്റെ ബാബ. ഈ ഗീതം പാടാൻ എല്ലാവർക്കും അറിയാമല്ലോ. മേരാ ബാബ എന്ന ഗീതം പാടാൻ അറിയാമോ? സഹജമാണല്ലോ. എൻ്റേത് എന്ന് പറഞ്ഞു സ്വന്തമാക്കി മാറ്റി. ബാബ പറയുന്നു, കുട്ടികൾ ബാബയേക്കാളും സമർത്ഥരാണ്. എന്തുകൊണ്ട്? ഭഗവാനെ ബന്ധിച്ചു. ജാനകി ദാദിയോട് ബന്ധിച്ചുവല്ലോ. അപ്പോൾ ബന്ധിക്കുന്നവരാണോ ശക്തിശാലി, അതോ ബന്ധിക്കപ്പെടുന്നവനോ? ആരായി ശക്തിശാലി? ബന്ധിക്കുന്നവൻ കേവലം രീതി താങ്കളെ കേൾപ്പിച്ചു, ഇങ്ങനെ ബന്ധിക്കൂ, എങ്കിൽ ബന്ധിതമാകും. ശരി. ഓം ശാന്തി. വരദാനം. സ്വയം തന്നെ നിമിത്തമായി മനസ്സിലാക്കി വ്യർത്ഥ സങ്കല്പത്തിൽ നിന്നും വ്യർത്ഥ വൃത്തിയിൽ നിന്നും മുക്തമായിരിക്കുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ഞാൻ വിശ്വമംഗളത്തിൻ്റെ കാര്യാർത്ഥം നിമിത്തമാണ്.
ഈ ഉത്തരവാദിത്വത്തിൻ്റെ സ്മൃതിയിലിരിക്കൂ. എങ്കിൽ ഒരിക്കലും ആരെങ്കിലും പ്രതിയോ സ്വയം തന്നെ പ്രതിയോ വ്യർത്ഥ സങ്കല്പമോ വ്യർത്ഥ വൃത്തിയോ ഉണ്ടാവുകയില്ല. ഉത്തരവാദിത്വമുള്ള ആത്മാക്കൾക്ക് ഒരു അമംഗളകാരി സങ്കല്പം പോലും നടത്താൻ സാധിക്കില്ല. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥ വൃത്തി ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാൽ സർവരെ പ്രതിയും അവർക്ക് ശുഭഭാവനയും ശുഭകാമനയും സ്വതവേ ഉണ്ടായിരിക്കും. സ്ലോഗൻ: അജ്ഞാനത്തിൻ്റെ ശക്തിയാണ് ക്രോധം, ജ്ഞാനത്തിൻ്റെ ശക്തിയാണ് ശാന്തി. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു.
ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.